നോയമ്പ് കാലം വന്നില്ലേ, ഇനി അടുക്കളയിൽ എൻ്റെ വക കുറച്ച് വെജ് പരീക്ഷണങ്ങളൊക്കെ കാണും. ഇന്നത്തെ പരീക്ഷണം ഒരു പനീർ ബിരിയാണിയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടെ ഈ പനീർ ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പാലൊക്കെ പിരിച്ചിട്ടേ, പക്ഷെ അതങ്ങോട്ട് സക്സസ് ആയില്ല. പിന്നെ ഞങ്ങൾ ഈ പനീറിന്റെ ഭാഗത്തോട്ടേ പോയിട്ടില്ല. പിന്നെ വീട്ടിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. ഹോട്ടലിലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ പനീറൊക്കെ കഴിക്കുന്നത്. ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്ത് ഈ പനീറിനെ നമ്മൾ ചെറുതായിട്ട് ബട്ടറിലൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പനീർ ശാലോ ഫ്രൈ ചെയ്തെടുത്ത ആ കടായിലോട്ട് തന്നെ കുറച്ചുകൂടെ ബട്ടർ ചേർത്തിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ഉപ്പും കൂടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. മസാലക്കൂട്ടെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. തക്കാളി വേണേൽ നമുക്ക് മിക്സിക്കകത്ത് അരച്ചിട്ട് ചേർക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തക്കാളിയൊക്കെ ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കാവേ. അത് കഴിഞ്ഞ് നമ്മൾ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ എന്താ, നമ്മൾ വേവിച്ച് വെച്ച ആ ബിരിയാണി റൈസ് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു റൈസിൻ്റെ അകത്ത് ഓൾറെഡി ക്യാരറ്റും ഫ്രൈഡ് ഓനിയനും കാഷ്യൂ ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് കാരണം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മുടെ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടും അച്ചാറും സാലഡും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയത് കാരണം വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞു കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ പനീർ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.